ഇത് എൻ്റെ കോഴിക്കൂട്ടങ്ങളാണ് കേട്ടോ. പല ടൈപ്പ് കോഴികളുണ്ട്. BV380 ഉണ്ട്, ബ്രഹ്മക്കോഴികളുണ്ട്, നാടൻ കോഴികളുണ്ട്, നാടനിൽ തന്നെ 60-ാം കോഴിയുണ്ട്, 90-ാം കോഴിയുണ്ട്, തലശ്ശേരി നാടനുണ്ട്, പുള്ളിക്കോഴികളുണ്ട്, ക്രോയിലർ കോഴിയുണ്ട്. നിങ്ങൾ ബ്രോയിലർ എന്ന് കേട്ടിട്ടുണ്ടാകും, പക്ഷേ ക്രോയിലർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രാമപ്രിയ, അതുകൂടാതെ കോഴികൾ കൂടാതെ പിന്നെ ടർക്കി ഉണ്ട്, താറാവ്, കൂടുതലും ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അരി, ഗോതമ്പ്, അതുപോലെ തേങ്ങാ പിണ്ണാക്ക്, ഉമിത്തവിട്, ചോളപ്പൊടി എന്നിവയൊക്കെ കുഴച്ച് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇലകൾ നല്ലപോലെ കോഴികൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. വാഴയില വെട്ടി കൊടുക്കാറുണ്ട്. അതുപോലെ വാഴ വെട്ടി കഴിയുമ്പോൾ, വാഴക്കുല വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ പിണ്ടി അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. പിണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോഴിക്ക്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് പിണ്ടിയൊക്കെ ചെറുതായിട്ട് കൊത്തി ഞുറുക്കി കൊടുത്താൽ ഇവർ നല്ല പോലെ കഴിക്കും. അതുപോലെ മുരിങ്ങയില, അതുപോലെ ചീര ഇലകൾ, പലതരം അങ്ങനെ എന്ത് പുല്ല് വെറൈറ്റികൾ കൊടുത്താലും കോഴികൾക്ക് ഒത്തിരി നല്ലതാണ്. മുട്ടയുടെ ഉൽപ്പാദനം നല്ലപോലെ കൂട്ടാനൊക്കെ ഇലകൾ ധാരാളമായിട്ട് കോഴികൾക്ക് കൊടുക്കണം. കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു നല്ല ഭക്ഷണമാണ് അസോള എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് അസോള. ധാരാളമായിട്ട് വെള്ളത്തിൽ വളരുന്ന ഒരു പായൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതുപോലെ അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം വലിയ കോഴികൾക്കൊക്കെ വിരമരുന്ന് കൊടുക്കാറുണ്ട്. ആൽബൻഡസോൾ എന്നുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കാറ്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡേറ്റ് മനസ്സിൽ വിചാരിച്ച് അതൊക്കെ കുറിച്ചിട്ടിട്ടൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് കുറേ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ വിറ്റാമിൻ സിറപ്പുകൾ കൊടുക്കാറുണ്ട്. വിമറാൾഡ് എന്ന് പറഞ്ഞ നമ്മൾ വെറ്റിനറി ഒരു മെഡിസിനാണ്. അത് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയാൽ കിട്ടും. അപ്പോൾ വിമറാൾഡ് ഒത്തിരി നല്ലതാണ്. പിന്നെ മുട്ടത്തൊണ്ടൊക്കെ ഉണക്കി പൊടിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ തൊണ്ടൊക്കെ ഉണക്കിയിട്ട് അത് പൊടിക്കുക, മിക്സിയിലൊന്നും അടിയാൽ, അങ്ങനെ കൈ കൊണ്ട് നല്ലപോലെ ഞരടിയാലും മതി. അതൊക്കെ പൊടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല കാൽസ്യമാണ് അതൊക്കെ. പിന്നെ കോഴികൾക്ക് ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂട്ടിൽ വെള്ളം നിറച്ചുണ്ടാവണം. ഒത്തിരി പേരൊക്കെ പറയാറുണ്ട് കോഴി മുട്ടയൊക്കെ കോഴി തന്നെ കൊത്തി കുടിക്കുകയാണെന്ന്. അത് ഒരു കാരണം അതിന് കോഴിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ വെള്ളമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലും ഇതിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കോഴികളെയൊക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോഴികളൊക്കെ ഇത്തിരി മണ്ണിലൊക്കെ കിടന്ന് കളിക്കാനൊക്കെ എന്താ പറയുക, മഡ് ബാത്തൊക്കെ ചെയ്യാനൊരു അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു നിയമമാണത്. കോഴീനെയൊക്കെ നമ്മൾ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ കോഴിയൊക്കെ മണ്ണിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കാണാം അല്ലേ. അത് തന്നെയല്ല, കുറേ കോഴിപ്പേന് പോകാനും പിന്നെ അവരുടെ ശരീരത്തിന് ചൂട് കുറയ്ക്കാനും ഒക്കെ ഈ മഡ് ബാത്ത് നല്ലതാണ്. അപ്പോൾ ഈ മണ്ണിൽ കിടന്നൊക്കെ ഒന്ന് ഉരുളാനും, അതുപോലെ മണ്ണിൽ നിന്ന് ഇവർ ചെറിയ ചെറിയ കല്ലുകളൊക്കെ പറക്കി തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അതൊക്കെ അവിടെ ദഹനത്തിനൊക്കെ ഭയങ്കര ആവശ്യമാണ്. ലേഡീസിന്, എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് വലിയ അധ്വാനമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോഴി വളർത്തൽ. ഇങ്ങനെ ധാരാളം കോഴികളൊക്കെ വളർത്താനായിട്ട് സാധിച്ചാൽ നമുക്കും നമ്മുടെ സൊസൈറ്റിക്കും നല്ല ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒരല്പം സമയവും അതുപോലെ അധ്വാനിക്കാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോഴി വളർത്തൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.